എന്റെ പേര് വിവേക്, ആക്ടർ. അപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ഇന്നൊരു വലിയൊരു കാര്യം ചെയ്യാൻ പോകുന്നതാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ പല രൂപത്തിലേക്ക് മാറാറുണ്ട്. അപ്പോൾ ഇന്നെനിക്കിപ്പോ തോന്നുന്നു ഇന്ന് ഞാൻ വേറൊരു വേഷപ്പകർച്ച ചെയ്യുവാണ്. തലപ്പുറം നല്ല വേഷപ്പകർച്ചയുടെ രാജാവെന്നാണ് ഞാൻ അറിയപ്പെടുന്നത് കുമ്പളയില്. അപ്പൊ ഞാൻ അപ്പൊ ഓക്കെ, ഞാനപ്പോ ഒരു ഈ താടി മീശയൊക്കെ ട്രിം ചെയ്ത് യങ്ങാവൻ ഷാറൂഖ് ഖാന്റെ സംഭവം പോവാണ്. കാരണം ശ്രീരാണ്ട യങ്ങായിട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ. എന്താ കാരണം അറിയില്ല, പക്ഷെ നല്ലപോലെ മീശ നാടൊക്കെ എടുത്ത് വന്നു. പക്ഷെ ഇപ്പൊ ഷർട്ടായിട്ടും ക്യാമറ പിടിക്കുന്ന ഷർട്ടനായാലും ഭയങ്കര യങ് ലുക്കാണ്. ബാക്കി എല്ലാവരും കടന്നുറങ്ങണേ, നമ്മൾ മാത്രമേ രാവിലെ ആയിട്ടുള്ളൂ 3 പേര് കേട്ടോ. സംഭവം ഇവര് എത്ര പറഞ്ഞാലും കേൾക്കൂല. ചെയ്യാറ. അപ്പൊ നമ്മളിപ്പോ റിസോർട്ടിലേക്ക് പോവാണേ. റിസോർട്ടിലേക്ക് ഓക്കെ മറ്റേ ഞാൻ കാണിച്ചാ ദേവികേ ദേവികേ മായാജാലം അൽബറാക്കാത്ത അൽബറാക്കാത്ത ഹായ് മാഫി മുഷ്കില ഇതപ്പോ പോടോ കഴിഞ്ഞടാ ഈ എപ്പിസോഡ്. ഇതാണ് എന്റെ വീട്ടിലെ സെക്കൻഡ് പാവാണ്. ഇന്ന് ജൂലൈ 14 കേട്ടോ. നമ്മള് ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. ട്രിപ്പല്ല, റിയൂണിയൻ ആട്ടോ. ഗൾഫിൽ നിന്ന് ഹരിതവും പിന്നെ മലപ്പുറത്ത് ശ്രീരാധും അഞ്ചാമ്പേട് സായിയും ചെറുത്തൂരിൽ നിന്ന് ഷർത്താനൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ എല്ലാവരും എത്തിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയ പരിപാടി സെറ്റ് ചെയ്യാൻ പോവാണ്. അത് റാണിപുരത്ത് നമ്മൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു റിയൂണിയൻ സെറ്റപ്പാണ്. അങ്ങനെ നമ്മൾ പീകോക്ക് റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണിയായിട്ട് നമ്മൾ വണ്ടി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. നാളെ ഞാൻ കാണിച്ചുതരാം. ഇതാണ് റിസോർട്ട്. എന്താടാ സെറ്റല്ലേ എന്റെ മോൻ? ഇത് വെള്ളമുണ്ടല്ലോ. തങ്ങടാ അതേ സംഭവല്ലേ, നമ്മളൊരു അങ്ങനെ സെലക്ട് ചെയ്തെടുക്കണം. അത് നല്ല കളക്ഷൻ ഉണ്ട് അവിടെ എല്ലാം. അതല്ലേ അതിന് ഈ ബാഗും കൂടെ വരുമ്പോ രസം. ആ സത്യടാ, നീ സ്റ്റോറൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കുളിക്കാനുള്ള പൂള് കേറിക്കോ. മഴയുണ്ട്. ഇതിവിടുത്തെ കുക്കായിരിക്കും അല്ലേ? പീക്കോക്ക് റാണി. യെസ്, ഇവരെ ഫുഡിന്റെ ഇല്ലില്ല, അതിലൊരു ഗഡുപ്പില്ല. മാസമായില്ല. നമ്മള് കയറിക്കൊണ്ടിരിക്കാണ്. എന്റെ മോനാ കൊടൂരമായ സ്റ്റെപ്പ് ഇട്ടോ. ടോപ്പിലെത്തണം. നമ്മളെ ഏറ്റവും ലാസ്റ്റ് ആണ്. സായി സംഭവില്ലേ, അവിടെ മോളിലെടുത്തായില്ലേ 5 രൂപ കുറയെന്ന് പറഞ്ഞു. അങ്ങനെ ഷർട്ടാണ് മോളെടുത്ത്. അതാണ് സംഭവം. ഇത്തവണ നമ്മളെ പരിപാടിക്ക് 2 പേരില്ല കേട്ടോ. ഷാനും ഇല്ല, പിന്നെ വൈഷ്ണവും ഇല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് വരാൻ പറ്റില്ല. കുഴപ്പമില്ല, ബാക്കി നമ്മൾ 7 പേരുണ്ട് കേട്ടോ. എല്ലാവരും കൊണ്ട് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തിയിരുന്നതാണ്. ഇതൊരു നല്ല വ്യൂ കിട്ടും കേട്ടോ മോളിന്ന്. എൻ്റെ മോനെ ജസ്റ്റ് നമ്മൾ കുറേ നടന്ന് ഇങ്ങോട്ട് വന്നിട്ടോ. ഇനിയുണ്ട്.
ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരുള്ളു. അമ്മച്ചി അമ്മച്ചി പാമ്പ് സത്തിട്ട് എന്തേ അട്ടയാ. നിലവിലിവിടെ നമുക്കൊരു സോപ്പ് കിട്ടിയിട്ടുണ്ട്, മെട്ടി മിക്സ്. 2 രൂപയുടെ സോപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എനക്ക് കുളിക്കാൻ പോലില്ലല്ലോ ഗൈസ്. ഇതാണ് ഒരു ബെഡ് കേട്ടോ, നമുക്ക് 3 പിന്നെ എക്സ്ട്രാ ബെഡ് ഇട്ട് തരും. അയ്യോ അല്ല മണ ഇത് കൊള്ളാം കേട്ടോ, കുറച്ച് വ്യൂ കിട്ടുമല്ലേ. ഇത് തുണി വേണമെങ്കിൽ അപ്പുറത്ത് അതെ വാ. അവിടെ ഒന്നിങ്ങോട്ട് നീ തുണി എടുത്ത് വെച്ചാ കൊള്ളാം. നാച്ചുറൽ ഫോൺ. ഇവിടെ ഒരു സുന്ദരമായ മിററുണ്ട്. പിന്നെ ഇതിൽ ഒരു ബാഗുണ്ട്, അത് നമ്മളെ തന്നെയാണ്. 3 പുതപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തണുപ്പുണ്ടാവും. പിന്നെ ഫാനുണ്ട് കേട്ടോ. കൊള്ളാം. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് ഗൈസ്. പിന്നെ ഇവിടെ ഹോട്ട് വാട്ടറൊന്നും തേങ്ങയൊന്നുമില്ല കേട്ടോ, അതിക്കൊന്നും ആവശ്യമില്ല ഗൈസ്. ഇതാണ് 2ാമത്തെ റൂം. ഇത് നമ്മളെ ഹരിതനും പൊന്നിനുള്ളതാണ്. അതെ വാ. മറ്റേതാ ട്രെൻഡിങ്. കോടാമഞ്ഞി താഴ്വരായി കാണാനഞ്ഞി മഞ്ഞം പോലെ. ഇതെല്ലാം റിങ്ങലോട്ടിട്ട് ഗുണ്ട. ഇതാണ് നമ്മളെ ടോപ്പിലെ വ്യൂ ആട്ടാ. അതായത് നമ്മളെ റൂമിന്റെ ഏറ്റവും ടോപ്പുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ. മച്ച ഇവിടെ വന്നിട്ട് ഇരിക്കാൻ രാത്രി മൂടായിരിക്കും. ഓ കൊള്ളട്ടെ. ഇതിന് ഒരു ഇതുവരെ ഞാൻ ഇത് മാറി മാറിയിരിക്കും. ഇപ്പോ നമുക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഇപ്പൊ എടുക്കണം സ്റ്റിൽ, അല്ലെങ്കിൽ നാളെ പറ്റുള്ളൂ. നാളെ എടുക്കാം. ഐഫോൺ എടുക്കുന്നു. കൊള്ളല്ല ഗൈസ്. ഇതെല്ലാം പീകോക്കിന്റെ പ്രോപ്പർട്ടി ആവുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് അല്ല, അത് വേറെയാണ്. ഇത് രണ്ടും ഇതും പീകോക്കിന്റെ പ്രോപ്പർട്ടിയാണ്. അത് വേറെ ഏതോ വാലിയാ ഏതോ. അത് അടച്ചിട്ടോ, അത് അടച്ചു പൂട്ടിരിക്കാനുണ്ടോ. അതിപ്പോ നിലവിൽ വർക്കിംഗ് അല്ല നിലവിൽ ഓപ്പൺ അല്ല. എന്തിനോ വെറുതെ മേടക്കിടച്ചെന്ന് ചിരിച്ചു. ദുബായിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഈ സ്വർണ്ണടി താഴ്വരയിൽ ഓരോ നിമിഷവും ലുക്ക് മാറി മാറി വരുന്ന നമ്മളെ മുമ്പിൽ ഞെട്ടിക്കുന്ന ശ്രീനാഥ്. 8 മാസങ്ങൾക്ക് മുമ്പ് മുങ്ങിയ പുത്രൻ ഇന്നലെ വീണ്ടും ലാൻഡായിരിക്കാണ്. എന്ത് ചതിയാണ് കാണിച്ചു. ഫോൺ എടുക്കൂല, വിളിച്ചാല് വാട്സപ്പിലില്ല, ഇൻസ്റ്റാഗ്രാമില്ല. എന്തോ സംഭവം ഉണ്ട് ഇതില്. പിന്നിലെന്തോ നടക്കുന്നുണ്ട്. എന്തോ ട്രിപ്പ് എന്താ സെറ്റ് ആക്കി കളഞ്ഞു. ഇല്ലല്ലോ. നിനക്ക് എന്തെല്ലാം അറിയണം? ഫോൺ എടുക്കാല്ലേ? അവിടെ പോയി നിക്ക്. എടാ ഇങ്ങനെ ഫോൺ എടുക്കാൻ എനിക്ക് അറിയില്ല. എടാ ഓടെ പോലെ എടുക്കാം. നീ എന്താ ചെയ്യുന്ന? ഒരു മിനിറ്റ്. എന്റെ മണി നല്ല മഴ തുടങ്ങിയേട്ടാ. അന്ന് എന്നെ കൊല്ലും. എടുക്ക ഇവര് കണ്ടാ ഇതും ഫോട്ടോ എടുക്കാനായിട്ട് എന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ശ്രീയുടെ എന്റെ വീട്. ഇങ്ങനെ എന്തിനാ ഫോട്ടോ എടുക്കുന്നതൊക്കെ തെറ്റല്ലേ? എന്റെ ഫോട്ടോ എടുത്തരാം. മൈലി ഭയങ്കര ചൂട് സാധട്ടാ. അത് ഫുള്ളിട്ട് നമ്മള് വന്നത് പാലക്കാടാ. ഭയങ്കര ഇതിന്റെ മോള് തീക്കുണ്ട വീഴുന്നു. നീ അങ്ങോട്ട് പോന്നേ. പൊക്കോ നേരെ നോക്കിയിറങ്ങ്.
നമ്മളെ സായ അവിടെ എന്ത് ചെയ്യണോ ടെൻഷൻ ഉണ്ടാവും പോയാൽ നമുക്ക്. എന്റെ മോൻ എന്താ ടൈമിങ്? അത് കണക്കെന്ന് പറയാനേക്കൂ. പിന്നെ ഒരു ചപ്പാത്തിക്ക് 15 അവര് 10 തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു എക്സ്പ്ലനേഷൻ തരും. എത്ര അക്ഷരമുണ്ട്? എത്ര വാക്കുകളുണ്ട്? എത്ര അക്ഷരമുണ്ട്? അങ്ങനെ മൂന്നക്ഷരം. ആ കുഴപ്പമില്ല, നമുക്ക് കിട്ടുമല്ല. വാത്സല്യ. ഫസ്റ്റ് അക്ഷരം പറ. ഫസ്റ്റ് അക്ഷരം ഫസ്റ്റ് അക്ഷരം എന്തെങ്കിലും എടാ പരിചിതൻ. പട്ടണത്തിൽ പോലും. പട്ടണത്തിൽ ഭൂതം. ആരാ ലാലേട്ടനാ? ലാലേട്ടൻ മമ്മൂക്ക നായകനാരാ? ലാലേട്ടൻ മമ്മൂക്ക, ജയറാം, പൃഥ്വിരാജ്, ശേഷ്, മുകേഷ്. മുകേഷ്, ജയസൂര്യ, ദിലീപേട്ടൻ. നാട്ട പറഞ്ഞില്ലേ? ആ രണ്ട് രണ്ട് വാക്കുകൾ. വാക്കുണ്ട്. ഓക്കേ, ഫസ്റ്റ് വാക്ക്. വസ്ത്രം, ഷോള്. അല്ലേ, വേറെ എന്തെങ്കിലും പറ. ടൈം പോകുന്നു. വേറെ എന്തെങ്കിലും പറ. ഫസ്റ്റ് അക്ഷരത്തിന്റെ കേക്കോ? പറ. സായി. ആ കേക്കണേ ഒന്നുകൂടെ. നായി. ടി. പ. ഉദ്ദേശിച്ച മനസ്സിലായി. ദേവികില്ല, പൊന്നിന് നദിയാ. മസാല വീട് എന്റെ തൊട്ടടുത്ത് ഷൂട്ട് ചെയ്ത പടം. അയച്ചില്ല മോനെ പേര്. ചോറ്, അന്നദാനം, ഭക്ഷണം, മിഠായി, മധുരം പടം. മധുരം ലളിത, മധുരം മോഹൻ, മധുരം മധുരം മുമ്പരക്കാറ്റ്. എന്റെ മോനെ എന്താ സമയം ഇപ്പൊ എത്രയായി? 4:30 മണിയാണ്. 4:30 മണിക്ക് കാറുടെ സാധനമൊക്കെ ഇവിടെ നമ്മളെ വണ്ടിയൊക്കെ അവിടെ ഉണ്ട്, കാണുന്നും കൂടില്ല. എന്റെ മോനെ അങ്ങോട്ട് വണ്ടറല്ലേ ഫീല് കൊള്ളാം. നമ്മള് കൊറേ ഗെയിംസ് ഒക്കെ കളിച്ച് ചുമ്മാ സംസാരിച്ചിരുന്നു കൊറേ നേരം. എന്നിട്ട് നമ്മളിപ്പോ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയേക്കാട്ടെ, ഞാനും ചായയും. ഇവിടെ ചായ ഉണ്ട്, ഫുഡുണ്ട്. രാത്രി ഫുഡൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടാ, നമ്മൾ പറയുമ്പോ ഇവര് ഇവിടെ ഉണ്ടാക്കി തരും. അങ്ങനെയാണ് സംഭവം. അപ്പൊ നമുക്കൊന്ന് വല്ല സ്നാക്സാ ബിസ്ക്കറ്റ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ അങ്ങനെ ഒന്നും കിട്ടൂല. ചായ മാത്രം കിട്ടും, ചായ കോഫി എല്ലാം കിട്ടുമായിരിക്കും, പിന്നൊന്നും കിട്ടൂല. വല്ല കമ്പനിയില്ല. ഞങ്ങൾ ഇനി പോയി വന്നിട്ട് വേണം പൂളിലേക്ക് ഇറങ്ങാൻ. നല്ല തണുപ്പാണ്. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മഴയാണ്, വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാവും. എന്താണോ സംഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പോ പോയിട്ട് വന്നിട്ട് വേണം ഇറങ്ങാൻ. രാത്രി ഇറങ്ങാനൊക്കെ വെച്ചിരിക്കുകയാണ്. 11 മണി വരെ നമുക്ക് ഇതിൽ ഇറങ്ങാൻ പറ്റും. എടാ ഇതിലൊരു ഒരാളുടെ ആരും ഉണ്ടടാ. ചായയും പഴംപൊഴിയും വടയും അല്ല അടയും. ചേട്ടാ പോവണെന്തരോ പൂളിൽ തണുപ്പ് നോക്കി. എന്ത് തണുപ്പില്ല മോനെ, കോമഡി ആയിരിക്കും. നമ്മള് ഇറക്കട്ടത്. നല്ല സീനാണ്. ജെസ്സിന് വേണം നമുക്ക് പൂളിൽ വിളിക്കാൻ. നല്ല തണുപ്പായിട്ടാ. ഇവിടെ ഹീറ്ററുണ്ട് റൂമില്. ഇപ്പൊ സമയം ഏതാണ്ട് 8:30 മണിയായിട്ടോ. നമ്മളിപ്പോഴാണ് പൂളിലേക്ക് ഇറങ്ങാൻ പോയത്. നമ്മൾ വന്നപ്പോ ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ. ഈ ലൈറ്റും ആ ലൈറ്റും പിന്നെ അവിടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം. എല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ഒരു വേറൊരു ഇതുണ്ട് കേട്ടോ, നാച്ചുറൽ പോണ്ടെന്ന് വിളിക്കാം. അങ്ങനെ തോടിന്റെ സംഭവമാണ്. എന്നിട്ട് ഇവരിവിടെ ഇങ്ങനെ കെട്ടിച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളം ക്ലിയർ ഒന്നുമല്ല. ഇവിടെ ഇതിൻ്റെ അടിയിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നല്ല ആഴമാണ് ഗീസ്. അതായത് ഷർട്ടിട്ട് ഓൾമോസ്റ്റ് മുങ്ങുന്നുണ്ട്. അതായത് ഞാൻ മുങ്ങും. എന്ത് ചെയ്യണം, എടുക്കണോ ഇറങ്ങണോ ഗീസ്? അതാണ് ഇപ്പോൾ പേരിട്ട പീക്കോക്കാണ് ഇവരും. എന്ന് പറയുന്നത് നമ്മളെ ആരോഗ്യം വളരെ മെച്ചപ്പെടുത്തുന്ന സംഭവം. എങ്ങനെയാ വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. ഇവർ രണ്ടുപേരും ഇറങ്ങുന്നില്ല കേട്ടാ. ഒന്നും നല്ല തണുപ്പാണ്, ആഴമുണ്ട്. ആ ഓക്കെ എന്റെ മോൻ, അതായത് ഞാൻ മുങ്ങും.
നീ ഇറങ്ങിക്കോ, ഇറങ്ങ്. ഇറങ്ങിക്കോ. ചെങ്ങായി സ്ഥലത്തേടാ, 3 പേരെ ഒരുമിച്ച് തുള്ളിയാ. സമയം ഏതാണ്ട് 9:30 ഞങ്ങള് എണീച്ചിട്ട് മഴയാണ് കേസ്. എണീച്ചപ്പോ ലേറ്റ് ആയി. എണീച്ചിട്ട് ഇപ്പൊ അതേതാ ഞാൻ ഫുള്ളായിട്ട് വന്നിട്ട് ഇവിടെ ഫുഡ് ആക്കിയിട്ടുണ്ട്. 8:30 പറഞ്ഞതാ, ഇപ്പഴാണ് പറഞ്ഞത്. ദൈവം ഇനി എപ്പോഴാണോ ട്രക്കിങ് കയറാൻ പറ്റത്? ഇനിയിപ്പോ ട്രക്കിങ് കയറിയിട്ട് തിരിച്ച് താഴെ ഇറങ്ങിയിട്ട് വന്നിട്ട് ലഗേജ് എടുക്കാന്നാണ് നമ്മളെ പ്ലാൻ. പക്ഷെ അത് നടപടി ആവില്ല. 9:50 അങ്ങനെ ഇനി പോയിട്ട് വല്ല നടക്കോ? ഇപ്പൊ ഇവര് പറയും വേറെ ടീംസ് ഉണ്ട്, നിങ്ങള് ലഗേജ് കാറിൽ വെക്കണ്ടില്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ഇവര് ചോദിച്ചോളാം. ഇവിടെ നാച്ചുറൽ പോണുണ്ട്. ഇന്നലെ ഞാൻ കാണിച്ചത് പക്ഷെ ക്ലിയർ ആണ്ടാവില്ല. അപ്പുറത്താണ് പോള്, ഇത് നാച്ചുറൽ ആണ്. അത് തോടും ഇതിന് ശരത്തേണ്ട ഇറങ്ങിണ്ടായിരുന്നു ഇന്നലെ. ഇവിടെ ഫുഡ് റെഡി ഒക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് കൈ കഴിക്കാം. കടലക്കറി നമ്മൾ എത്ര പറഞ്ഞു? ആ അതുണ്ടാവും, 2 ദിവസം വെച്ചിട്ടുണ്ടാവും. എന്റെ മോനെ കറക്റ്റാ. ഓക്കെ നമുക്ക് കഴിക്കാം. അവർ വരുന്നുണ്ടോ? നമുക്ക് കഴിക്കാം.